എല്ലാവർക്കും യേശുവിൻ നാമത്തിൽ വന്ദനം. ഈ ദിവസത്തിലെ ദൈവവചന ധ്യാനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ബലവും കൃപയും ശക്തിയും നൽകി തരട്ടെ. ഓരോ ദിവസം കഴിയുന്തോറും നാം ബലപ്പെട്ടുകൊണ്ടിരിക്കും. മനഃശാസ്ത്രത്തിൽ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. വെൻ യു ഫോക്കസ് ഓൺ പ്രോബ്ലംസ് യു വിൽ ഹാവ് മോർ പ്രോബ്ലംസ്. വെൻ യു ഫോക്കസ് ഓൺ പോസിബിലിറ്റീസ് യു വിൽ ഹാവ് മോർ ഓപ്പർച്യൂണിറ്റീസ്. നമ്മൾ പ്രശ്നത്തെയാണ് ശ്രദ്ധിക്കുന്നതെങ്കിൽ പ്രശ്നത്തിൻ്റെ മുകളിൽ പ്രശ്നമായിരിക്കും എപ്പോഴും. അത് പ്രശ്നം, ഇത് പ്രശ്നം. എന്നാൽ നമ്മൾ സാധ്യതകളാണ് ശ്രദ്ധിക്കുന്നതെങ്കിൽ, അതിലാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അവസരങ്ങൾ അനവധിയാണ്. നമ്മളാ തീരുമാനിക്കുന്നേ. നമ്മുടെ ഭാവി നമ്മൾ തീരുമാനിക്കണം. അപ്പോൾ നമ്മൾ പ്രശ്നങ്ങളെയല്ല നോക്കേണ്ടത്, അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി. അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. കാറ്റും കോളും കണ്ട് പത്രോസ് പേടിച്ചിട്ട് കർത്താവിൻ്റെ മുഖത്ത് നിന്ന് കാറ്റിലോട്ടും തിരമാലയിലോട്ടും പത്രോസ് നോക്കിയപ്പോൾ പടകിൽ നിന്ന് വള്ളത്തിൽ നിന്ന് ഇറങ്ങി നടക്കുന്ന പത്രോസ് പിന്നീട് അധികം ചുവട് വെക്കാൻ കഴിഞ്ഞില്ല. അവൻ മുങ്ങിത്താഴാൻ തുടങ്ങി. ആദ്യത്തെ ചുവടുകൾ വെച്ചതോ യേശുവിൻ്റെ മുഖത്ത് നോക്കി. കർത്താവിൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നവർക്ക് എത്ര വേണമെങ്കിലും മുന്നോട്ട് പോകാം. കർത്താവ് നടന്നതുപോലെ നടക്കാം. കർത്താവിൽ നിന്ന് കണ്ണെടുക്കരുത്. പ്രശ്നങ്ങളിലേക്ക് നോക്കരുത്. പ്രശ്നങ്ങളിലോട്ട് നോക്കിയാൽ എപ്പോഴും പ്രശ്നം തന്നെയായിരിക്കും, മുങ്ങിത്താഴും. എന്നാൽ കർത്താവിലോട്ട് നോക്കണം. സാധ്യതയിലോട്ട് നോക്കിയാൽ അവസരങ്ങൾ ഇനിയുമുണ്ട്. ഒരിക്കലും മുന്നോട്ട് പോകാത്തിടത്ത് നമ്മൾ മുന്നോട്ട് പോകും. വഴിയില്ലെങ്കിൽ വഴി ഉണ്ടാക്കും. അതാണ് ചെങ്കടലിലും യോർദാനിലും ഒക്കെ കണ്ടത്. ഇല്ലാത്ത വഴി ഉണ്ടാക്കുമെന്നേ. ആ ഒരു കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് ആരും പ്രശ്നങ്ങൾ കണ്ട് പകച്ചു നിന്ന് അതിനെ പർവ്വതീകരിച്ച് പറഞ്ഞുകൊണ്ടിരിക്കരുത്. അതിൽ ഫോക്കസ് ചെയ്യരുത്. എന്തു ചെയ്യും, ഈ മാസം എങ്ങനെ മുന്നോട്ട് പോകും? എല്ലാ മാസവും കർത്താവ് ഉള്ളതുകൊണ്ട് മുന്നോട്ട് പോകും. ഭയങ്കര പ്രശ്നമാണ്, ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല. ആര് പറഞ്ഞു? ഭൂമിയിലുള്ള എല്ലാവരും മുന്നോട്ട് പോകും. മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് സ്വന്തം തീരുമാനം എടുക്കുന്നവർ ആത്മഹത്യ ചെയ്യുന്നത്. എന്നാൽ വലിയ കാര്യങ്ങളുണ്ടായിട്ടാണോ പലരും ആത്മഹത്യ ചെയ്തത്? ആത്മഹത്യ ചെയ്ത പലരുടെയും വാർത്ത വായിക്കുമ്പോൾ അവന് വല്ല ആവശ്യമുണ്ടോ? ഈ കൊച്ചു വിഷയത്തിലാണോ അവൻ ചാടിച്ചത്തത്? അവൾ ഈ ചെറിയ വിഷയത്തിനാണോ മരിച്ചത്? ഇതിനേക്കാൾ വലിയ ഒരു തെറ്റും ചെയ്യാതെ ജയിലിൽ കിടക്കുന്ന പലരുണ്ട്. 10-15 കൊല്ലം കഴിഞ്ഞിട്ട് അവർ ആത്മഹത്യ ചെയ്തില്ല. കാരണം അവർക്ക് ഇനിയും സാധ്യതകളുണ്ടെന്ന് അവർ കാണുകയാണ്. ഒരു നിരപരാധികളാണ്. അവരെ ചതിച്ച് ജയിലിലാക്കിയതാണ്. എത്രയോ പേര് ലോകത്തിലെ പല രാജ്യങ്ങളിലെയും ജയിലിൽ കിടപ്പുണ്ട്. പിന്നത്തേതിൽ അവർ വെളിയിൽ വന്ന് അവർ മഹാന്മാരായി മാറി പുസ്തകങ്ങൾ എഴുതുമ്പോഴാണ് അനേകർ അത്ഭുതപ്പെടുന്നത്. ഇങ്ങനെയൊക്കെ ഉണ്ടായെന്ന്. മറ്റുള്ളതൊന്നും പുറലോകം അറിയുന്നുമില്ല. അവർ പുസ്തകങ്ങളൊക്കെ എഴുതിയപ്പോൾ നമ്മൾ അറിഞ്ഞു. ഇതുപോലെ പ്രശ്നങ്ങളിലോട്ട് നോക്കരുത്, കർത്താവിലോട്ട് നോക്കുക. കർത്താവ് ബലപ്പെടുത്തട്ടെ. റോമാലേഖനത്തിലോട്ട് നമുക്ക് വരാം. റോമാലേഖനം 9-ാം അധ്യായത്തിൻ്റെ 18 വരെ നമ്മൾ വായിച്ചു. അങ്ങനെ തനിക്ക് മനസ്സുള്ളവനോട് അവന് കരുണ തോന്നുന്നു, തനിക്ക് മനസ്സുള്ളവരെ അവൻ കഠിനനാക്കും. ചിലരെ കരുണയുള്ളവരാക്കി, ചിലരെ കഠിനതയുള്ളവരാക്കി. അപ്പോൾ കഠിനരെ എന്ത് ചെയ്യും? അവരെ രക്ഷിക്കണ്ടേ? പ്രാർത്ഥിക്കണം. നമുക്ക് അവസരം തന്നിരിക്കുകയാണ് ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, വേലക്കാരെ അയക്കാൻ വേണ്ടി പ്രാർത്ഥിക്കും, കഠിന ഹൃദയങ്ങൾ ഉരുകാൻ വേണ്ടി പ്രാർത്ഥിക്കും. കഴിഞ്ഞ ദിവസം എന്നോട് ഒരു സഹോദരി ചോദിച്ചു, എൻ്റെ മക്കളെ രക്ഷിക്കപ്പെടുമോ? തീർച്ചയായിട്ടും. എന്തുകൊണ്ട്? ഞാൻ അങ്ങനെ പറഞ്ഞു. ആ സ്ത്രീ വിശ്വാസിയാണ്, ഭർത്താവ് വിശ്വാസത്തിലല്ല. എന്നാൽ മക്കൾ രക്ഷിക്കപ്പെടുമോ? രക്ഷിക്കപ്പെടും. പ്രാർത്ഥന കൊണ്ട്. അസാധ്യമായ കാര്യങ്ങൾ എന്നോട് ചോദിച്ചു കൊടുക്കുക. ഞാൻ നിങ്ങൾക്ക് രാജ്യങ്ങളെ ഭൂമിയുടെ അറ്റം വരെയും തരാമെന്ന് പറഞ്ഞില്ലേ? ആ ഒരു വചനം പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ മക്കൾ വിശ്വാസത്തിൽ വരും.
ഭർത്താവ് വിശ്വാസത്തിൽ വരും, മാതാപിതാക്കൾ വിശ്വാസത്തിൽ വരും, ബന്ധുക്കൾ വിശ്വാസത്തിൽ വരും, ഭാര്യ ഭർത്താക്കന്മാർ വിശ്വാസത്തിൽ വരും. നമ്മുടെ പ്രാർത്ഥന ലിസ്റ്റിലുള്ളവരെയെല്ലാം ഈ വാക്യം പറഞ്ഞ് ആത്മാക്കൾക്ക് വേണ്ടി, ആത്മാക്കളുടെ യജമാനോട്, കൊയ്ത്തിൻ്റെ യജമാനോട് അപേക്ഷിക്കണം. കൊയ്ത്തിലേക്ക് വേലക്കാരെ വിടാൻ അപേക്ഷിക്കണം. നമ്മൾ സുവിശേഷം പറഞ്ഞിട്ട് രക്ഷിക്കപ്പെടാത്തവരെ രക്ഷിക്കുവാൻ മറ്റൊരാളെ ദൈവം തിരഞ്ഞെടുത്തയക്കും. അങ്ങനെ അവർ രക്ഷിക്കപ്പെടും. ചിലപ്പോൾ നമ്മുടെ ഇടപെടൽ ആ വീട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട് കാണില്ല. എന്നാൽ അടുത്ത ഒരാളെ ചിലപ്പോൾ അംഗീകരിക്കാം. ഒരു സാധ്യത ദൈവം ഒരുക്കിയെടുക്കും. ധൈര്യപ്പെടും. കർത്താവ് ഒരു വഴി തുറക്കും. ജനങ്ങൾ രക്ഷിക്കപ്പെട്ടു വരും. അപ്പോൾ കർത്താവ് ചിലരെ കഠിനനാക്കിയിട്ടുണ്ടെങ്കിൽ അവരെ മനസ്സലിവുള്ള, ഉരുകുന്ന ഹൃദയമുള്ളവരാക്കാൻ, പുതിയ ഹൃദയം കൊടുക്കാൻ നമുക്ക് മനസ്സുരുകി പ്രാർത്ഥിക്കാൻ കഴിയും. 19-ാം വാക്യം. ആകയാൽ അവൻ പിന്നെ കുറ്റം പറയുന്നത് എന്ത്? ആർ അവൻ്റെ ഇഷ്ടത്തോട് എതിർത്ത് നിൽക്കും എന്ന് നീ എന്നോട് ചോദിക്കും. അയ്യോ മനുഷ്യ, ദൈവത്തോട് പ്രത്യുത്തരം പറയാൻ നീ ആര്? മനഞ്ഞിരിക്കുന്നത് മനഞ്ഞവനോട് നീ എന്നെ ഇങ്ങനെ ചമച്ചത് എന്ത് എന്ന് ചോദിക്കുമോ? ചോദിക്കലില്ല. നമ്മൾ മുമ്പ് ചിന്തിച്ചതാണ്. അല്ല, കുശവൻ അതേ പിണ്ടത്തിൽ നിന്നൊരു പാത്രം മാനത്തിനും മറ്റൊരു പാത്രം അപമാനത്തിനും ഉണ്ടാക്കാൻ മണ്ണിന്മേൽ അധികാരമില്ലയോ? ഒരേ കളിമണ്ണ് ചിലത് ചെടിച്ചട്ടിയായിട്ട് മാറും, ചിലത് കറിച്ചട്ടിയായിട്ട് മാറും, ചിലത് വീട്ടിനകത്തോട്ട് വരും, ചിലത് വീട്ടിന് പുറത്ത്. ചെടിച്ചട്ടി വീട്ടിന് പുറത്തും കറിച്ചട്ടി വീട്ടിനകത്തും. അതൊക്കെ കുശവനാണ് തീരുമാനിക്കുന്നത്. എന്നാൽ ദൈവം തൻ്റെ കോപം കാണിപ്പാനും ശക്തി വെളിപ്പെടുത്താനും യഹൂദന്മാരിൽ നിന്ന് മാത്രമല്ല ജാതികളിൽ നിന്നും വിളിച്ച് തേജസ്സിനായി മുന്നൊരുക്കിയ കരുണാപാത്രങ്ങളായ നമ്മിൽ തൻ്റെ തേജസ്സിൻ്റെ ധനം വെളിപ്പെടുത്തുവാൻ ഇച്ഛിച്ചിട്ട് നാശയോഗ്യമായ കോപപാത്രങ്ങളെ വളരെ ദീർഘക്ഷമയോടെ സഹിച്ചു എങ്കിൽ എന്ത്? അപ്പോൾ ദൈവം തൻ്റെ ശക്തി വെളിപ്പെടുത്താൻ, കൃപ കാണിക്കാൻ നമ്മെ തെരഞ്ഞെടുത്തു. അപ്പോൾ തന്നെ കോപം വെളിപ്പെടുത്താൻ തിരഞ്ഞെടുത്ത ചിലരുണ്ട്. അവർ നമുക്കെതിരെ തിരിയുമ്പോൾ നമ്മളത് ക്ഷമിക്കണം എന്നാണ് ഇതിൻ്റെ അർത്ഥം. ചിലരെ ദൈവത്തിൻ്റെ കോപം വെളിപ്പെടുത്താൻ വേണ്ടി തിരഞ്ഞെടുത്തതാണ്. നമ്മെ ദൈവം കരുണ വെളിപ്പെടുത്താൻ തിരഞ്ഞെടുത്തതാണ്. കരുണ വെളിപ്പെടുത്താൻ തിരഞ്ഞെടുത്തവർ കോപം വെളിപ്പെടുത്താൻ തിരഞ്ഞെടുത്തവരെ കണ്ട് പകക്കരുതെന്ന്, അതൊക്കെ അങ്ങോട്ട് ക്ഷമിക്കണമെന്ന്. അത് ദൈവത്തിൻ്റെ പ്രോഗ്രാമാണ്. നമ്മെ കരുണാപാത്രങ്ങളാക്കിയില്ലേ? നമ്മളെ മാനപാത്രമാക്കിയില്ലേ? ഹീനപാത്രമായി കിടക്കുന്നവരെ കുറിച്ച് നമ്മൾ അവരോട് ദേഷ്യപ്പെടുന്നത് എന്തിനാണ്? അവരങ്ങനെയാണ്, ഇവരിങ്ങനെയാണ്, അവർ ഞങ്ങളോട് ഇങ്ങനെ കാണിച്ചു. അത് കോപപാത്രമാണെന്നേ. കരുണാപാത്രം ഇതിൻ്റെ പുറകെ വഴക്കിന് പോകല്ലേ. നീ ദൈവത്തിൻ്റെ കോപപാത്രമല്ല, നീ കരുണാപാത്രമാണ്. കോപപാത്രങ്ങൾ അങ്ങനെ കാണിക്കുന്നു. അപ്പോൾ തന്നെ കോപപാത്രമായിരുന്ന പൗലോസ് കരുണാപാത്രമായ ചരിത്രമാണ് നമ്മൾ കാണുന്നത്. ദമസ്കോസിൻ്റെ പടിവാതിക്കൽ വരെ അവനൊരു കോപപാത്രമായിരുന്നു. പെട്ടെന്ന് സൂര്യനേക്കാൾ വലിയ തേജസ് അവൻ്റെ ചുറ്റും മിന്നി. അവനെ രൂപാന്തരപ്പെടുത്തുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി. ഇന്ന് കോപം പാത്രമായി തോന്നുന്ന ചിലത് ലോകസ്ഥാപനത്തിന് മുന്നമേ ദൈവം കരുണാപാത്രമാകാൻ തിരഞ്ഞെടുത്തതാണെന്നും ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. ഇന്ന് നമ്മൾ കാണുന്ന ചിലർ ഇന്ന് കഠിനരെങ്കിലും നാളെ മനസ്സലിവുള്ള കരുണാപാത്രങ്ങളായി നമ്മേക്കാൾ അധികമായി കർത്താവിന് വേണ്ടി ശോഭിക്കാനുള്ളവരാണ്. അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ കാണുന്ന രീതിയിൽ ആരെയും വിധിക്കരുത്, കണക്ക് കൂട്ടരുത്. പ്രാർത്ഥിക്കുക, നമുക്ക് ലഭിച്ച കരുണയിൽ നന്ദി പറയുക. മറ്റുള്ളവർ അവരായിരിക്കുന്ന അവസ്ഥ കണ്ട് അവരെ വിധിക്കാനും പോകണ്ട, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതുകൊണ്ടാണ് കർത്താവ് നമ്മെ പഠിപ്പിച്ചത്, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. ദുഷ്ടന്മാരുടെ മേലും നീതിമാന്മാരുടെ മേലും വെയിലും മഴയും അയക്കുന്ന ദൈവത്തിന് അറിയാം ഇന്ന് ദുഷ്ടന്മാരായിരിക്കുന്നവർ നാളെ നീതിമാന്മാരാകാനുള്ളതാണ്. അതുകൊണ്ടാണ് വെയിലും മഴയും കൊടുക്കുന്നത്. ഇന്ന് കഠിനരായ പലരും നാളെ നിഷ്കളങ്കരാകാനുള്ളതാണ്. പൗലോസ് എത്ര വലിയ ദുഷ്ടനായിരുന്നു, എന്നാൽ പൗലോസിന്റെ ഒടുവിൽ നോക്കിയേ എത്ര വലിയ നിഷ്കളങ്കനായി മാറി. നഥനയേൽ ജന്മനാ നിഷ്കളങ്കനാണ്, എന്നാൽ പൗലോസോ ദുഷ്ടനായിരുന്നു.
നിഷ്ഠൂരൻ, ഉപദ്രവി, ദൂഷകൻ എന്ന പുള്ളിയെക്കുറിച്ചും. അറിവില്ലായ്മയുടെ കാലം ദൈവം കണക്ക്, എന്നാൽ കരുണാപാത്രമായി മാറി. എത്ര ദുഷ്ടനെയും കരുണാപാത്രമാക്കി മാറ്റാൻ കഴിവുള്ള ദൈവത്തിൽ ആശ്രയിക്കാം. കഠിനരോട് നമ്മൾ എതിർക്കാൻ പോകണ്ട. കർത്താവിൻ്റെ വേലയിൽ വന്നിട്ടും സഭയിൽ വന്നിട്ടും കഠിനപ്പെട്ട പലരും ഉണ്ടാകും. വിടുന്നേ, അവരെക്കുറിച്ചൊന്നും പറയാൻ വേണ്ട, മിണ്ടാതിരിക്കുക, ശാന്തമാകുക, പ്രതികരിക്കരുത്, വിമർശിക്കരുത്. വിമർശനത്തിൻ്റെ വീഡിയോകൾ ഒത്തിരിയുണ്ട്. നല്ലവരെ പോലും മോശമാക്കാൻ അങ്ങനെ ആർക്കെങ്കിലും കഴിയൂ? കുറേ വിമർശകരിരുന്ന് കുറേ തെളിവുകളില്ലാത്ത തെളിവുകൾ ആരെ കൊണ്ടെങ്കിലൊക്കെ ഉണ്ടാക്കി കുറേ വിമർശനം ഉണ്ടാക്കി കുറച്ച് നാൾ കഴിയുമ്പോൾ അവരുടെ വാ കഴക്കും. മാത്രമല്ല, അവർക്കും ഉണ്ട് ഭാര്യയും മക്കളും, അവർക്കും വീടും കുടുംബമുണ്ട്. അവർക്ക് രോഗം വരും, അവർക്ക് പ്രശ്നം വരും, പണി നിർത്തും അവർ. പണ്ട് വിമർശിച്ചവരെല്ലാം ഇന്ന് ചുമ്മാ ഇരിക്കുക. എന്നാൽ വിമർശനം ഏറ്റവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയർന്നത് കണ്ടിട്ടുണ്ട്. അത് എതിർക്കാത്തവരാണ്. വിമർശനത്തിൽ ഒതുങ്ങിപ്പോയവരുണ്ട്. വിമർശനത്തെ ഏറ്റെടുത്ത് ഹൃദയത്തിലോട്ട് ഏറ്റെടുത്ത് അതിനനുസരിച്ച് തകർന്നു പോയവരുണ്ട്. എന്നാൽ വിമർശനം ചേമ്പലപ്പുറത്ത് വെള്ളം വീഴുന്നത് പോലെ തട്ടിക്കളഞ്ഞവരുണ്ട്. പുള്ളിപ്പുലിയുടെ ദേഹത്ത് മഴ നനയാറുണ്ട്, എന്നാൽ അതിൻ്റെ പുള്ളി മാഞ്ഞു പോകാറില്ല. അതൊരു സത്യമാണ്. മഴ നനയുമ്പോൾ മാഞ്ഞു പോകുന്ന പുള്ളിയല്ല പുള്ളിപ്പുലി എന്ന പുള്ളിക്കാരൻ. അവൻ്റെ പുള്ളി മഴയത്ത് കുറച്ചുകൂടി തെളിയത്തേ ഉള്ളൂ. അപ്പം നിൻ്റെ ജീവിതത്തിനെതിരെ വരുന്ന എല്ലാ പേമാരിപ്പെയ്ത്തും മോശമായ വിമർശനങ്ങളെല്ലാം നിൻ്റെ തിളക്കം കൂട്ടുകയുള്ളൂ. ഈ പുള്ളിപ്പുലി മണ്ണിലൊക്കെ ഉരുണ്ട് പരണ്ട് മറ്റുള്ള ജീവികളെ പിടിക്കാൻ നേരത്ത് ഓടി മറിഞ്ഞ് ചെളിയിലൊക്കെ ഉരുണ്ട് അതിൻ്റെ ദേഹം മുഴുവൻ അഴുക്കാകുകയാണ്. എന്നാൽ അടുത്ത മഴ, ആ പേമാരിപ്പെയ്ത്ത് അതിനെ കൂടുതൽ അഴകുള്ളതാക്കി മാറ്റും. നിനക്കെതിരെ പറയുന്നതെല്ലാം നിൻ്റെ അഴകിനെ കുറച്ചുകൂടി മേന്മയുള്ളതാക്കി മാറ്റും, നിന്നെ കുറച്ചുകൂടി ശോഭയുള്ളതാക്കി മാറ്റും. അതുകൊണ്ട് നിൻ്റെ സൗന്ദര്യം വിമർശനങ്ങളിൽ കെട്ടുപോകില്ല. നീ അതിനെ നിനക്കെതിരെ വളരെ ദോഷമായി പറയുന്നവരെ അവർക്കെതിരെ ഒരു വാക്കുപോലും പറയരുത്. എന്നെ വിമർശിക്കുന്ന ഒത്തിരി പേരുണ്ട്. ഞങ്ങളെപ്പോലുള്ളവരെ വിമർശിക്കാനാണ്, അങ്ങനെയുള്ളവർക്കാണ് കൂടുതൽ വ്യൂസ്. ഞങ്ങളുടെ 1000 മടങ്ങ് വ്യൂസാണ് അവർക്ക്. ഞങ്ങളൊരു സന്ദേശം ഇട്ടാൽ 1000 വന്നാൽ അതൊരത്ഭുതമാണ്. എന്നാൽ ഞങ്ങൾക്കെതിരെ പറയുന്നവരുടെ വ്യൂസോ അത് ഒരു ദിവസം കൊണ്ട് 10,000, 20,000, 1,00,000 പറഞ്ഞാൽ മതി, മോശം പറഞ്ഞാൽ മതി. അതിനെന്തിനു ഭാരപ്പെടണം? കുറഞ്ഞൊന്നു കഴിഞ്ഞാൽ ദുഷ്ടനില്ല എന്ന് ബൈബിൾ പറയുന്നു. എന്നാൽ നീതിമാൻ, അവൻ്റെ വെളിച്ചം പ്രഭാതം മുതൽ നട്ടുച്ച വരെ അധികമധികമായി ശോഭിക്കും. നീതിമാൻ പന പോലെ തഴയ്ക്കും. നീതിമാന് വീഴ്ചയുണ്ടോ? ഉണ്ട്. അതുകൊണ്ടല്ലേ 7 പ്രാവശ്യം വീണാലും എഴുന്നേക്കുമെന്ന്. അതിൻ്റെ അർത്ഥം നീതിമാന് വീഴ്ചയുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരറിയണം, ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവർക്ക് വീഴ്ചയുണ്ട്. ഞങ്ങൾക്കെല്ലാം കുറ്റവും കുറവുണ്ട്. എന്നാൽ അതിൽ നിന്നെല്ലാം ഞങ്ങൾ പുറത്തു വരും. അതുകൊണ്ട് വിമർശിച്ചാൽ ഞങ്ങൾ കൂടുതൽ തിളക്കമുള്ളവരാകും. എന്നാൽ വിമർശനത്തിൽ കുടുങ്ങിപ്പോകുന്നവർ, അതിനെ ഏറ്റുപിടിക്കുന്നവർ, അവരതോടെ തീരും. എന്നാൽ വിമർശനങ്ങൾ നമുക്കെതിരെ പറയുന്ന സകല തിന്മയും കളവായി പറയുമ്പോൾ തുള്ളിച്ചാടാനാ കർത്താവ് സ്വർഗത്തിലെ ഏറ്റവും വലിയ പ്രതിഫലമാണ്. അതുകൊണ്ട് ദുഷ്ടനോട് എതിർക്കരുത്. ദൈവം കഠിനമാക്കിയവർ, ഹീനപാത്രങ്ങൾ വിമർശിച്ചുകൊണ്ടേയിരിക്കട്ടെ. എന്നാൽ അതിൻ്റെ നടുവിൽ കരുണാപാത്രങ്ങൾ ആർത്തു വളരും. അവരുടെ ശോഭ വർദ്ധിക്കും, അവരുടെ നിറം വർദ്ധിക്കും, അവരുടെ കൃപ വർദ്ധിക്കും. അവർ ശക്തിയുള്ളവരായി മാറും. നിങ്ങൾ ഏതു കൂട്ടത്തിൽപ്പെട്ടവരാണ്? കോപപാത്രമാണോ? കരുണാപാത്രമാണോ? കരുണാപാത്രമാണെങ്കിൽ തക്ക സമയത്ത് ഉയർത്തുന്നവൻ്റെ കൈക്കീഴെ താണിരിക്കുക. കോപപാത്രമാണെങ്കിൽ വിമർശിച്ചും എതിർത്തും ഇല്ലാതെയാകുക. കരുണാപാത്രമായി ജീവിക്കുവാൻ എന്നെ നിങ്ങളെ കർത്താവ് തിരഞ്ഞെടുത്തു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ, ഈ വക
പ്രതിസന്ധികൾ വരുമ്പോൾ കരുണാപാത്രം എടുക്കേണ്ട ചില ശാന്തമായ തീരുമാനങ്ങൾ, താഴ്മയോടെ, പ്രാർത്ഥനയോടെ, കണ്ണുനീരോടെ ദൈവസന്നിധിയിരുന്ന് ഏത് വിമർശനങ്ങളെയും നിന്ദകളെയും സ്തോത്രത്തോടെ സഹിക്കുന്ന കർത്താവിൻ്റെ മനോഭാവം എല്ലാവർക്കും ഉണ്ടാകട്ടെ. ക്രിസ്തുവിൻ്റെ അതേ ഭാവം ഞങ്ങൾ ചോദിക്കും. താഴ്മയോടെ നിൽക്കാൻ, ഒരു ദിവസം ഒരു ഉയർപ്പുണ്ടെന്നുള്ള ഉറപ്പിൽ ക്രൂശിക്കപ്പെടാൻ ഏൽപ്പിച്ചു കൊടുക്കുന്ന കർത്താവിനെ പോലെ ആർക്കും തടയാൻ കഴിയാതെ ഒരു ഉയർപ്പുണ്ടെന്നുള്ള ഉറപ്പിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കും. കർത്താവിൻ്റെ കൃപ പകരണം. കേൾക്കുന്നവർക്ക് ഇത് വെളിപ്പാടായി തീരണം. യേശുവിൻ നാമത്തിൽ ആമേൻ. കർത്താവിൽ ബലപ്പെടാം, വിശ്വാസത്തിൽ ശക്തിയുള്ളവരാകാം. ഇന്നത്തെ ദിവസത്തെ നമുക്ക് ജയമാക്കാം. ഗോഡ് ബ്ലെസ് യു. Are you Lord God Almighty? Worthy is the Lamb, worthy is the Lamb, worthy is the Lamb.